ഞങ്ങൾ ഇന്നലെ ചെന്നപ്പോൾ മാനർച്ചി എന്ന് വെച്ചാൽ അവിടെ വെട്ടി തൂക്കിയിട്ടില്ല. അവർ പറഞ്ഞ ഒരു ഫുൾ മാനുണ്ട്, മൊത്തത്തിൽ വാങ്ങിക്കുകയാണെങ്കിൽ എടുത്തോളം പറഞ്ഞു. 17 കിലോ, 1 കിലോയ്ക്ക് 700 രൂപ. അതുകൊണ്ട് തന്നെ കാട്ടിലെ പക്ഷികൾ, വെടിവെച്ച് പിടിക്കുന്ന പക്ഷികൾ, കാട്ടുകോഴികൾ മുതൽ ചെറിയ ചെറിയ കുരുവികൾ വരെ എല്ലാ സാധനങ്ങളും നമുക്ക് വാങ്ങിക്കാനുണ്ട് ഇവിടെ. നമസ്കാരം എല്ലാവർക്കും, ദ റൂട്ട് 66ന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് അരുണാചലിന്റെ ബോർഡറിലാണ്. എവിടെ? ബന്ദറിലോ. രാവിലെ ILP കിട്ടാൻ വേണ്ടി കാലതാമസമുണ്ട്. അത് കാരണം കുറച്ച് കുൽസിത പരിപാടിയുമായിട്ട് ഇറങ്ങിയതാണ്. ILPക്കുള്ള പേപ്പറും സാധനങ്ങളും എല്ലാം ടൈറ്റ് ജമ്മരി ചമ്മന്തി, ഒരു രക്ഷയില്ല. ചമ്മന്തി ചെയ്താണ് ചമ്മന്തി കേട്ടോ. ILP പിന്നെ പറയാം. വെറുതെ റോഡ് സൈഡിൽ വായി നോക്കിയിരുന്നപ്പം അതും ചേച്ചിയുടെ പൂരി എന്ന് പറഞ്ഞാണല്ലോ, ടൈറ്റ് പൂരിയാണ്. ഇതിനകത്ത് കടല മാവ് അല്ലെ, കടല അരച്ചിട്ട് പൂരിക്കകത്ത് വെച്ചിട്ട് വരത്തി എണ്ണയിൽ വറുത്തെടുക്കുന്ന സാധനമാണ്. ദാൽപൂരി അല്ല, ദാൽപൂരി. ദാൽപൂരി നമ്മൾ കാണിച്ചു തരാം. ചേച്ചി ഇനി ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ ടൈറ്റായിട്ട്. നമ്മളും അതും 30 രൂപയ്ക്ക് 2 പൂരി, ദാൽപൂരി. അതിൻ്റെ കൂടെ സബ്ജി, കിടുക്കാച്ചി ചട്നി, അടിപൊളി ഒരു ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി അതിൻ്റെ കൂട്ടത്തിൽ. വേറൊന്നും വേണ്ട, ഈ ചട്നി മാത്രം മതി, വേറൊന്നും വേണ്ട. കിടുക്കുന്ന സാധനം, ടൈറ്റ് സാധനം ചേച്ചി ഉണ്ടാക്കുന്നുണ്ട്. ബീഹാറിലത്തെ ആൾക്കാരാണ്. ഇവരിതിനുള്ളിൽ വെക്കുന്നതൊക്കെ കാണാൻ നല്ല രസമല്ല, ഇവരിതിനുള്ളിൽ നിറയ്ക്കുന്ന കാണാൻ നല്ല രസമാണ്. ഇങ്ങനെ വന്നിട്ട് സിമ്പിളായിട്ടാണ് നിറയ്ക്കുന്നത്. നമ്മൾ ചിലപ്പോൾ കുറേ ദിവസം മെനക്കെട്ടാലേ പഠിക്കുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അതൊക്കെ നമ്മളങ്ങനെ പരത്തിന് അതിലേ ചാടി ഇതിലേ കടല ചാടി ഒരു പൊടിക്ക് ചാടുന്നില്ല എന്നുള്ള ശ്രദ്ധിച്ചാ. കൊറോണ ടെസ്റ്റ് വീഡിയോ അടിപൊളി കൊറോണ ടെസ്റ്റ് അങ്ങനെ നമ്മുടെ ILP റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് തവാങ്, ബോംഡില, സീറോ എല്ലാ ഭാഗത്തിലേക്കുമുള്ള ILP നമ്മൾ ഇവിടുന്ന് തന്നെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് വേറെ ടെൻഷനൊന്നുമില്ല. ബാക്കി തവാങ്ങിൽ ചെന്നിട്ട് അവിടുന്ന് നമുക്ക് ബൂംല പാസിലേക്കുള്ള പെർമിറ്റ് മാത്രം ഇനി എടുത്താൽ മതി. ബാക്കി അരുണാചലിൻ്റെ പെർമിറ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ അകത്തോട്ട് കയറുകയാണ്. അങ്ങനെ നമ്മൾ വീണ്ടും അരുണാചലിലേക്ക് കടന്നു. 2 ഗ്ലാസ് റൈസ് ബിയറിന്റെ ഫലമായി കാണുന്നത് 750 രൂപയും മാറി കിട്ടി. അല്ലെങ്കിൽ ILP എടുക്കണ്ട വരുന്നത്. നമ്മൾ ഇന്നലെ അരുണാചലിൽ ഇറങ്ങേണ്ട കാര്യമില്ലായിരുന്നു. അപ്പം 10 മണിയാകുന്നതിന് മൂളാവെള്ളം വലിച്ചു കയറ്റി വെച്ച് മാണ്ട് കിടന്ന് ഉറങ്ങി വെച്ചിട്ട് ഡയലോഗ് പറയുന്നു വൃത്തിയായിട്ടൊന്നും കിട്ടിയില്ല. ചോദിക്കട്ടെ എവിടെ എല്ലാം കിട്ടുമോന്ന്. അതുപോലെ തന്നെ ഈ ചെക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞ കൈക്കൂലിയുടെ ഒരു കേന്ദ്രമാണ്. ഞങ്ങള് എൻട്രി ചെയ്യണം നമ്മുടെ ILP ചെക്ക് പോസ്റ്റ്. വാളയാറ് നടക്കുന്നില്ല. പക്ഷെ ഈ ചെക്ക് പോസ്റ്റ് വളരെ ചീപ്പാണ്. 100 രൂപയ്ക്ക് നമുക്ക് അത്യാവശ്യം എന്ത് സാധനവും കടത്താൻ പറ്റുന്ന ഒരു ബോർഡറാണ് ഇത്. ആൾക്കാര് പൈസ കൊണ്ട് കൊടുക്കുന്നു, എന്താന്ന് ചോദിക്കുന്നു, അപ്പൊ ദാരുവാണെന്ന് പറയുന്നു, അത് എന്ത് സാധനമാണെന്ന് പറയുന്നത് എടുത്തോണ്ട് പോകുന്നു. അതാണ് പരിപാടി. ഇത് ഇറ്റാനഗറിലേക്ക്, അതായത് നമ്മുടെ അരുണാചലിന്റെ ക്യാപിറ്റലിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട ഹൈവേയാണ്. ഹൈവേയുടെ അവസ്ഥയാണ് ഈ കാണുന്നത്. വലിയ വലിയ കുളങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അച്ഛാ എങ്ങനെയുണ്ട് അച്ഛാ റോഡ്? ടൈറ്റാണ്. സാധനം കണ്ടോ? അരുണാചലുകാരുടെ അവരുടെ ട്രഡീഷണൽ ദാവോ സംഗതി എത്ര രൂപ ഉണ്ടെന്നറിയാം ഇതിനെ. ഇത് അതിൻ്റെ കവറ് 5500 രൂപയാണ് ഇതിൻ്റെ വില. അത്യാവശ്യം ഒരു മീറ്ററിനടുത്ത് ബ്ലേഡ് നീളമുണ്ട്. പിടിയും നല്ല ടൈറ്റ് പിടിയ, മുളയും കൊണ്ടുള്ള ഒരു സംഗതിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. വേണോ? നമുക്ക് ചന്തയിൽ നിന്ന് വേറെ നോക്കാം. നമ്മൾ ഇറ്റാനഗറിലെത്തി. ഇറ്റാനഗറിൽ ആദ്യം വന്നത് ഇറ്റ ഫോർട്ടിലാണ്. ഇറ്റ ഫോർട്ടിൽ നിന്നാണ് ഇറ്റാനഗർ എന്ന പേര് വന്നത്. അതായത് ആസാമീസ് ഭാഷയിൽ ഈ ഈറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടിക, ചുടുകട്ട എന്നാണ് അർത്ഥം. അതിൽ നിന്നാണ് നമുക്ക് ഇറ്റാനഗറിന് ആ പേര് വന്നത്. അതുപോലെ തന്നെ ഇപ്പം ടെമ്പററി ആയിട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അത് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ തുറക്കൂല എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത കാഴ്ചകളിലേക്ക്. അപ്പോൾ നമ്മൾ ഇറ്റാനഗർ, നമ്മുടെ അരുണാചലിൻ്റെ തലസ്ഥാനം. ഒരുപാട് കാഴ്ചകളൊന്നും എടുത്തു പറയാനില്ല. ഒരു സൂ ഉണ്ട്, പിന്നെ സ്റ്റേറ്റ് മ്യൂസിയം ഉണ്ട്, ബീഫ് ഹോട്ടൽ. അതുപോലെ തന്നെ അറഞ്ഞം വഴി സൈഡിൽ
നമ്മുടെ പോത്ത് വെട്ടിവെച്ചിട്ടുണ്ട്. അതൊരു പശുവിനെ ഉണ്ടല്ലോ, ഗായ് എന്ന് പറയുന്നത്. ചോദിച്ചപ്പോ ഗായ് എന്ന് പറയുന്ന പോത്താണ്. ഗായ് പശു. അപ്പം അതാണ് ഇവിടുത്തെ അവസ്ഥ. നമ്മളിനി അടുത്ത നേരെ സീറോയിലോട്ട് പോകും. ഇവിടെ നമുക്ക് കറങ്ങി നടക്കാൻ വലിയ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഇല്ല. കോട്ട 3G ആയിപ്പോയി അല്ലേ? അതെ അതെ, കോട്ട 3G ആയിപ്പോയി. കോട്ട ഇറ്റാനഗറിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയായിരുന്നു. നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കിട്ടും, നമുക്ക് വേറെ കാഴ്ചകളൊക്കെ കിട്ടും. നമുക്ക് ഇന്നലെ ഫെസ്റ്റിവലിൽ കിട്ടിയ പോലെ പിന്നെ എവിടെ നേരം കിട്ടും, ഉറപ്പാ. അതെ ഉറപ്പാ. നമ്മളെ കേരളത്തിലെ ഏത് ടൗണുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും? ചങ്ങനാശ്ശേരി അത്ര ഉള്ളൊരു സംസ്ഥാനത്തിന്റെ തലസ്ഥാനം. കോട്ടയത്തിന്റെ അത്രയൊന്നും ഇല്ല. കോട്ടയത്തിന്റെ അത്ര ഇല്ല. സീറോയിലേക്ക് 105 കിലോമീറ്റർ. നമ്മൾ ഇറ്റാനഗറിൽ നിന്ന് ഒരു ലെഫ്റ്റ് എടുത്തിട്ട് നേരെ സീറോയിലേക്ക് വെച്ച് പിടിക്കാൻ പോവാണ്. ഇഷ്ടംപോലെ ബീഫ് ഹോട്ടലുകൾ വഴിയുടെ സൈഡിൽ അറിഞ്ഞം പുറഞ്ഞുണ്ട്. അതുപോലെ തന്നെ ഒരു നിശ്ചിതമായ ഇടവേള പോലും ഇല്ലാതെ അറിഞ്ഞം പുറഞ്ഞം പശുവിനെ കൊന്ന് കെട്ടിത്തൂക്കി ഇട്ടിട്ടുണ്ട്. പെട്രോൾ പമ്പുകൾ ഇഷ്ടംപോലെ ഉണ്ട്. അതെ, എല്ലടക്കം 300 രൂപയാണ് ഇറച്ചിക്ക് വില. നമ്മുടെ പശുവിറച്ചിയാണ്. പശു നല്ല കിടുക്കാച്ചി അവലും നല്ല ശർക്കരയും തേങ്ങയും ഏലക്കയും കിട്ടും. അച്ചായനും രാജേഷും സംയുക്തമായി അടിപൊളിയായി ഉണ്ടാക്കിയ അവല്. തേങ്ങ തിരുമിയത് എന്റെ ചെറിയൊരു കോൺട്രിബ്യൂഷൻ. ഒരു ചേരവ തീർത്ത് തേങ്ങ ചിരകി. നമ്മള് സീറോയിലോട്ടുള്ള വഴിയാണ് കേട്ടോ. ഇപ്പൊ ഏതാണ്ട് പകുതി ദൂരം നമ്മള് കഴിഞ്ഞു. ഒരു 50 കിലോമീറ്ററോളം നമുക്ക് വലിയ മോശമില്ലാത്ത റോഡാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉള്ള റോഡിന്റെ കണ്ടീഷൻ അച്ചായൻ പറഞ്ഞുതരും. എന്നാ പറയാനാ, അവിടുന്ന് വരുന്ന വണ്ടിയിലോട്ട് നോക്കി അറിയാമല്ലോ നമുക്ക്. ഇവിടെ നമ്മുടെ ഒരു എസ്കലേറ്റർ കിടക്കും. അതിനകത്ത് ഇരുന്ന ആൾക്കും പറ്റിയോ അറിയത്തില്ല. ശോകം എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട ശോകം. എല്ലാം ചെളി പിളിയായിട്ടാണ് വണ്ടിയൊക്കെ വരുന്നത്. നമ്മൾ നോർത്ത് ഈസ്റ്റിലെ ബൈക്കേഴ്സ്, ആസാമിലത്തെ ബൈക്കേഴ്സാണ് കേട്ടോ. വലിയൊരു ഗ്രൂപ്പ്. ഒരു സീറോ പോയിട്ട് തിരിച്ചു പോകാൻ തോന്നുന്നു. അരുണാചൽ തന്നെ ഇവരുടെ 50ാം വാർഷികം, 50 വർഷമായി പരിപാടി. അതിന്റെ സംഭവമാണ്. ജോറോം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അവിടെ ഒരു എന്താ പറയുക, ഒരു ചെറിയ സ്മാരകം. ഇത് ഇവിടുത്തെ ചീഫ് മിനിസ്റ്റർ 2017 ഫെബ്രുവരി 25 ഉദ്ഘാടനം ചെയ്തൊരു സംഭവമാണ്. ഇവിടുത്തെ ട്രൈബുകളും അതിൻ്റെ സബ് ട്രൈബുകളും അവരുടെ പേരുകളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് ഇവരുടെ ഒരു ഗോൾഡൻ ജൂബിലിയുടെ ഒരു സ്മാരകമായിട്ട് പണി കഴിപ്പിച്ചൊരു സംഭവമാണ്. ഇനി നമുക്ക് എന്താ പറയുക, സീറോയിലേക്ക് ഒരു 10-15 കിലോമീറ്ററും കൂടെ ഉള്ളൂ. നമ്മൾ അപ്പോൾ വഴി കണ്ടപ്പോൾ ഒന്ന് കയറിയെന്നേ ഉള്ളൂ. റോഡിൻ്റെ പണി നടക്കുകയാണ്. അറിഞ്ഞും എല്ലായിടത്തും കട്ടിങ്ങും പണിയും നടക്കുന്നു. അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട്. അച്ഛാ, ഇതിനെ റോഡെന്ന് വിളിക്കണോ ചെളിക്കുഴിന്ന് വിളിക്കണോ? അതിനിപ്പം വലിയ ദൂരമൊന്നുമില്ല കേട്ടോ. അതൊരു 10 കിലോമീറ്റർ താഴെ ഉള്ളൂ. പക്ഷെ റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ചെളി. മഴക്കാലത്തൊക്കെ ഈ വഴിക്ക് വരുവാണെന്നുണ്ടെങ്കിൽ മഴക്കാലം സിക്സാഗായിട്ടാണ് വഴി കൂടെ പോകുന്നത്. മാതിരി ചെടി. അതുപോലെ തന്നെ ഇപ്പം സമയം 4:50 നമ്മൾ നോർത്ത് ഈസ്റ്റിൽ മറ്റു സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു 4:30 ആകുമ്പോഴത്തേക്കിന് ശരിക്കും ഇരുട്ട് വീഴുമായിരുന്നു. ഇവിടെ ഒരു 20 മിനിറ്റും കൂടെ ബോണസ് കിട്ടിയിട്ടുണ്ട്. വെൽക്കം ടു സീറോ. നമ്മളെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മളങ്ങനെ മക്കളെ ചെയ്യുകയാണ് സുഹൃത്തുക്കളെ. നമ്മളങ്ങനെ നീണ്ട കുലുങ്ങിയുള്ള യാത്രയ്ക്ക് ശേഷം സീറോ, അങ്ങനെ നമ്മൾ സീറോ എത്തുന്നു. നമ്മളങ്ങനെ സീറോ ടൗൺ എത്തുന്നു. 50ാം വാർഷികത്തിന്റെ ഒരു നിറവിൽ. അതെ, അപ്പം സീറോ വലിയൊരു ടൗൺ ആണ് കേട്ടോ. നമ്മുടെ ഇറ്റാനഗറിനോട് കിടപിടിക്കാൻ പറ്റുന്ന പോലത്തെ ഒരു ഇതാന്നൊക്കെ പറയാം. ബഹുനില മന്ദിരങ്ങളും വലിയ പള്ളികളും ഒക്കെ ഉണ്ട്. നമ്മൾ സീറോയിൽ വന്ന് നമ്മൾ കുറേ കാലങ്ങളായിട്ട് ഞങ്ങൾ ഫോണിൽ സംസാരിച്ച്
സൗഹൃദങ്ങൾ പുതുക്കിക്കൊണ്ടിരുന്ന നമ്മുടെ ഒരു സുഹൃത്തിനെ നീ എപ്പോഴും ഒത്തിരി പറഞ്ഞു കേട്ടിട്ടോ സുധീഷ് സ്പൈസസ് ബോർഡിലെ ആളെന്ന് നമ്മുടെ സുധീഷ് ഭായ് ഇവിടെ ഉണ്ട്. സുധീഷ് ഭായ് ഒന്ന് പരിചയപ്പെടുത്തോ? സുധീഷ് ഇപ്പൊ സീറോയിലാണ് താമസിക്കുന്നത്, നാട്ടില് വയനാട്. ഇപ്പൊ ഇവിടെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നു. അതെ അതെ അതെ. ഇനിയിപ്പം നാളെയൊക്കെ നമ്മുടെ കൂടെ നാളെ പരിചയപ്പെടാം. ഇപ്പൊ നമ്മളെ മാർക്കറ്റിലോട്ടൊന്ന് പോവാണ്. ഇവിടെ കാട്ടിറച്ചിയൊക്കെ കിട്ടുമെന്നാ പറഞ്ഞത്. ഒരു സാറും കൂടെ ഉണ്ട്, നമുക്ക് സാറിനെയും പരിചയപ്പെടാം. നമ്മള് സീറോയിലെ മാർക്കറ്റിലാണ്. ഇവിടെ ഒരുപാട് സംഗതികൾ. ഇത് എലിയാണ്, എലിയെ ഉണക്കി വെച്ചിരിക്കുന്ന സംഭവം. അതുപോലെ തന്നെ ഇവിടെ പല ഇറച്ചികളും കിട്ടും. നമ്മൾ ഇന്നലെ വന്ന മാർക്കറ്റിൽ വീണ്ടും വന്നു. നല്ല അടിപൊളി കിവിയൊക്കെ അമ്മച്ചിമാർ കൊണ്ട് വിൽക്കുന്നുണ്ട്. അമ്മച്ചിക്കായ്ക്ക് വീഡിയോ ഇല്ലല്ലോ, അമ്മച്ചിക്കായ്ക്ക് വീഡിയോ ഇല്ലല്ലോ. അക്ക ഇതുണ്ടോ, മുഖം കണ്ടോ, ടാറ്റു കണ്ടോ മുഖത്ത്? അമ്മച്ചിയുടെ എടുത്തോട്ടെ, അമ്മച്ചിയുടെ മുഖം കാണിക്കോ? ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള സംഭവം ഇത് ഇവിടെ വളരുന്ന കേട്ടോ. ഇവിടെ ഉണ്ടാകുന്നു. ഇവിടുത്തെ ഭയങ്കര ഫേമസ് സീറോയിലെ ഒരു മെയിൻ സാധനമാണ് കിവി എന്ന് പറയുന്നത്. നമ്മുടെ അമ്മച്ചി കിവി തന്നു, അമ്മച്ചിയെ കാണിച്ചായിരുന്നു. നമ്മുടെ അമ്മച്ചി നമുക്ക് കിവി തന്നു. 1/2 കിലോയ്ക്ക് 100 രൂപ അല്ലേ? 1/2 കിലോയ്ക്ക് 100 രൂപ ടൈറ്റ് ആണ്. മറ്റേ അമ്മച്ചി അതിനെ കണ്ട അമ്മച്ചിയെ കാണിച്ചു നമ്മൾ. ഇവരെല്ലാം മുഖത്ത് പച്ച കുത്തിയിരിക്കുന്നതാണ്. അപ്പത്താനി സ്ത്രീകളാണ്, ഓൾഡ് എന്താ പറയാ, വയസ്സായ അപത്താനി സ്ത്രീകളാണ്. ഇതാണ് ഇവിടുത്തെ മാർക്കറ്റിലെ കാഴ്ചകള്. ഇനി നമ്മള് തിരിച്ചു പോവാം. കുറച്ച് പോത്ത് മേടിച്ചിട്ടുണ്ട്, അതൊക്കെ കറി വെക്കണം. നമ്മളിപ്പോ നിൽക്കുന്നത് എവിടെയാണെന്നറിയോ? ലവ് ഷോർ പബ്ലിക് സ്കൂൾ. ടൈറ്റാണ്, ടൈറ്റ്. അപ്പം നമ്മളെന്തായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാറ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇന്നലെ ചെയ്യേണ്ടതായിരുന്നു. ഇന്നലത്തെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഇന്നലെ ഞങ്ങൾക്ക് വൈൻഡപ്പ് ചെയ്യാൻ പറ്റിയില്ല. അത് ഞങ്ങൾ രാവിലെ മാർക്കറ്റിൽ പോയിട്ട് അതൊക്കെ കാണിച്ചിട്ടേ, മാർക്കറ്റിൽ നിന്നാണല്ലോ ഇന്നലത്തെ രാത്രി. മാർക്കറ്റ് എനിക്കറിയത് പറഞ്ഞായിരുന്നു? ഇല്ല, പറഞ്ഞില്ല. ഞങ്ങള് ഇന്നലെ ചെന്നപ്പോ മാനർച്ചി എന്ന് വെച്ചാൽ അവിടെ വെട്ടി തൂക്കിയിട്ടില്ല. അവര് പറഞ്ഞ ഒരു ഫുൾ മാനുണ്ട്, മൊത്തത്തിൽ വാങ്ങിക്കുകയാണെങ്കിൽ എടുത്തോളം പറഞ്ഞു. ഞങ്ങൾ വാങ്ങിച്ചേനെ കേട്ടോ. പക്ഷെങ്കിൽ 17 കിലോ, 1 കിലോയ്ക്ക് 700 രൂപ. കിലോ പൈസയുടെ അല്ല, 17 കിലോ ഒക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ എന്താക്കാനാണ്? പിന്നെ തലയും സാധനവും എല്ലാം നമ്മൾ കണ്ടിച്ചും പറിച്ചും ഒക്കെ വരുമ്പോഴത്തേനും ഒരു ഇതാവും. ഇല്ലെന്ന് ഒരു സാധനം ഇവിടെ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ കാട്ടിലെ പക്ഷികൾ, വെടിവെച്ച് പിടിക്കുന്ന പക്ഷികൾ, കാട്ടുകോഴികൾ മുതൽ ചെറിയ ചെറിയ കുരുവികൾ വരെ എല്ലാ സാധനങ്ങളും നമുക്ക് വാങ്ങിക്കാനുണ്ട് ഇവിടെ. നമ്മൾ അതൊന്നും കാണിക്കുന്നില്ല, കാരണം അറിയാമല്ലോ. അപ്പം അതുപോലെ തന്നെ സെറ്റായിരുന്നു ഇന്നലെ. പക്ഷെങ്കിൽ ഇത്രയും 16-17 കിലോ ഒക്കെ വാങ്ങിക്കേണ്ടി വരുന്നത് കൊണ്ടാണ്. നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് 1 ദിവസം 2 ദിവസം കഴിക്കാം. നമ്മളൊരു ആട്ടുമുട്ടനെ വാങ്ങിച്ചിട്ട് തന്നെ നമുക്ക് ഞങ്ങൾ 4 ദിവസം കൊണ്ട് ഒരു ആട്ടുമുട്ടനെ ഞങ്ങൾ തീർക്കും. അത് 5 കിലോ താഴെ വരുന്ന സംഭവം. ഇറച്ചി ഒരു 8 കിലോ ഉണ്ടായിരുന്നു. 8 കിലോ ആടുണ്ടായിരുന്നു. ഞങ്ങൾ 8 കിലോ തീർക്കാൻ 4 ദിവസം പിടിച്ചെന്നുള്ളതാണ്. രാവിലെ വൈകിട്ടും എല്ലാം ആവശ്യമായിരുന്നു. അപ്പം അതൊക്കെയാണ് ഈ എപ്പിസോഡ്. നമുക്ക് സീറോയിലത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. സീറോ കാഴ്ച തുടങ്ങിയിട്ടുള്ളൂ, വന്നിട്ടുള്ളൂ. നമുക്ക് ഇനി ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും. നമ്മള് അമ്മച്ചിയെ കണ്ടല്ലോ ഇന്നത്തെ, അതൊരു തുടക്കം മാത്രമാണ്. ഞങ്ങൾക്ക് കിടിലൻ ഹോസ്പിറ്റാലിറ്റി കേട്ടോ ഇവിടെ. അതെ, ഞങ്ങൾ സ്കൂളിൽ ഇന്നലെ ഇവിടെയാണ്. ഞാൻ മുറിയിൽ കിടന്ന്, ഇവർ വണ്ടിയിൽ കിടന്ന്. വെച്ചാൽ പിള്ളേരൊക്കെ തിങ്കളാഴ്ച മുതലേ വരത്തുള്ളൂ. ഈ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് കൊറോണയുടെ പ്രശ്നം കാരണം ഇപ്പം സ്കൂൾ അധികം ഇല്ല. ഇപ്പം ഈ പുറകിൽ കാണുന്ന അവരുടെ ഹോസ്റ്റലാണ്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉള്ള ഹോസ്റ്റൽ. ഇത് ഫാമിലി ഉള്ള സ്റ്റാഫിൻ്റെ ക്വാർട്ടേഴ്സാണിത്. പിന്നെ ഈ കാണുന്നത് അവരുടെ സ്കൂൾ ബിൽഡിംഗ് ആണ്. പിന്നെ ഇത് അവർക്ക് ഡൈനിങ് റൂം, മണ്ടയ്ക്ക് സ്റ്റാഫ് റൂം കാര്യങ്ങൾ, അത് അവരുടെ ഓഫീസ്, പ്രിൻസിപ്പൾ ഒക്കെ ഇരിക്കുന്ന ഓഫീസ് കാര്യങ്ങളൊക്കെയാണ് അവിടെ. ഒരു ചെറിയൊരു സ്കൂൾ സെറ്റപ്പ്. നമ്മുടെ ഒരു മലയാളി ചേട്ടായി നടത്തുന്ന ഒരു സംഭവം. കോട്ടയംകാരനാണ് പുള്ളിക്കാരൻ. ഇപ്പം നമുക്ക് പരിചയപ്പെടാം, ഇവിടെ ഉണ്ട്, നമുക്ക് എല്ലാവരെയും കാണാം. അപ്പം ഇതൊക്കെയാണ് ഈ സംഭവങ്ങൾ. ഏതായാലും ഇനിയും സീറോയിലെ കാര്യങ്ങളും കാഴ്ചകളും മുന്നോട്ടുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന വരിയിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്നും നോക്കണ്ട ഡിസ്ലൈക്ക് ചെയ്തേക്കുക. കാരണം നമുക്ക് മനസ്സിലാവുമല്ലോ. കമൻറ്റ് ചെയ്യുക. കമൻറ്റിനകത്ത് ഞാൻ പറഞ്ഞല്ലോ നല്ലതും മോശമായിട്ടുള്ളതും നമ്മൾ എവിടെ തിരുത്തണം, അല്ലെങ്കിൽ എന്താണ് പോരായ്മകൾ എന്നുള്ളതൊക്കെ ഒന്ന് പറഞ്ഞു തരുവാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ മറ്റേ ബെൽ ഐക്കൺ ഒന്ന് ഞെക്കി പൊട്ടിക്കുകയാണെന്ന് വരില്ല, തീർച്ചയായിട്ടും നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ വീഡിയോ ചെയ്യുന്നുണ്ടെന്നാണ് നമ്മുടെ വിശ്വാസം. അവൻ ഒത്തിരി എന്താ പറയുന്നത്, ഇതൊരു ടീം വർക്കാണ്. ഇപ്പം ഞങ്ങൾ വീഡിയോ ചെയ്തുകൊണ്ട് കാര്യമില്ല, ആളുകൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ അതിൽ വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ പറയും, നമ്മൾ വീട്ടിലുള്ളവർക്ക് കസിൻസിനൊക്കെയാണ്
കാണുന്ന വരില്ല ഒന്ന്, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്കും കൂടെ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഒന്ന് ഈ ചാനലൊന്ന് കണ്ടു നോക്കുന്ന വെച്ചാൽ ഇപ്പോൾ തന്നെ നമ്മൾ ഒരാൾ പറഞ്ഞായിരുന്നു, ഞങ്ങൾ നിങ്ങളുടെ ഒരു വീഡിയോ കണ്ടതാണ്, ഇരുന്നിട്ട് ഒരാഴ്ച കൊണ്ട് നിങ്ങളുടെ ഫുള്ള് വീഡിയോസ് നമ്മൾ കണ്ടു തീർത്തു എന്ന് പറഞ്ഞു. കാരണം അത്യാവശ്യം വലിയ തെറ്റില്ലാത്ത രീതിയിൽ ചെയ്യുന്നുണ്ട്. നമ്മൾ കണ്ടന്റ് കാര്യങ്ങൾ, ചരിത്രവും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ കുറച്ച് മുമ്പ് ഒരാൾ മെസ്സേജ് അയച്ചിട്ട് നിങ്ങളുടെ വീഡിയോയിൽ ഒരുപാട് ചിരിക്കാനുള്ള മുതലുണ്ട്, നിങ്ങൾ അത് മാത്രമായിട്ട് കട്ട് ചെയ്ത് ഷോർട്സ് ഒക്കെ ഇടാൻ പറഞ്ഞു. അല്ല, നമ്മൾ അത്യാവശ്യം കഴിയുന്ന പോലെ നമ്മൾ ഒന്ന് റിസർച്ച് വർക്കൊക്കെ ചെയ്തിട്ടാണ്. നമ്മൾ ചുമ്മാതങ്ങ് കാണുന്നത് കാണിച്ചു പോവുകയല്ല ചെയ്യുന്നത്. നമ്മൾ അതിനെക്കുറിച്ച് ഞങ്ങളൊന്ന് പഠിച്ചിട്ട് നമുക്ക് ശരിയും തോന്നുന്ന കാര്യങ്ങളാണ് നമ്മൾ, അതായത് ഞങ്ങൾ പോകുന്ന വഴികളിൽ കൂടി ഇനി ഈ വീഡിയോ കണ്ടിട്ട് വരുന്ന ഒരാൾക്ക് വരുമ്പം അവരുടെ യാത്ര കുറച്ചുകൂടെ സുഗമമാവും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഈ എപ്പിസോഡ് നമുക്ക് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. അതെ, പുതിയ കാഴ്ചകളും പുതിയ ആൾക്കാരെയും പുതിയ സംഭവങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭരാത്രി, സുഖനിദ്ര.